ഹായ് ഫ്രണ്ട്സ്. നമ്മൾ എൻക്വയറി അല്ലെങ്കിൽ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സർവേസ് നടത്താൻ വേണ്ടിയിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ടൂളാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. പക്ഷെ പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഗൂഗിൾ ഫോം കൊടുക്കുന്നു അതിൽ റെസ്പോൺസ് വരുന്നുണ്ടോ എന്ന് ഡെയിലി കയറി നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് പുതിയ പുതിയ എൻക്വയറീസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ ഓർഡർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ സർവേയിൽ ആരെങ്കിലും ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കേസ് വരാറുണ്ട്. എന്നാൽ നമുക്ക് ഒരാൾ നമ്മളെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മളെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് അന്നേരം അറിയാൻ പറ്റും ഒരാൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് തന്നെ അവർക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും ത്രൂ വാട്സപ്പ് അല്ലെങ്കിൽ മെയിൽ. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പ്രിവെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂളാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ പെയ്ഡ് വേർഷനിൽ കുറച്ചും കൂടി അഡ്വാൻസ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ലീഡ്സ് എടുക്കാനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനും അതുപോലെ തന്നെ അവർക്ക് റെസ്പോൺസ് കൊടുക്കാനും എല്ലാം നമുക്ക് ഫ്രീ ടൂളിൽ തന്നെ പോസിബിൾ ആണ്. ഇത് ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് മാത്രമല്ല, നമുക്ക് നമ്മളെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് ലീഡ് ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പം ഇതിലെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ട് കാണുന്ന ഈ സൈൻ അപ്പ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടുന്ന് എൻ്റെ മെയിൽ ഐ ഡി ഞാനിവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും, ജസ്റ്റ് അത് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഏതാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ഫോമാണ് എനിക്കിവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ ഫോം എന്നുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് അതിനുശേഷം വീണ്ടും ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം ഇവിടെ മേ ബി ലേറ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഇവിടെ നമ്മളെ നമ്പർ കൊടുക്കാൻ പറയും. അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇത് കണക്ട് ചെയ്യണം. അതായത് നമ്മൾ ഗൂഗിൾ ഫോമും പ്രിവ്യൂറും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻ്റഗ്രേഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫേസ്ബുക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങളുടെ ലിങ്ക്ഡിൻ കണക്ട് ചെയ്യാം, വേഡ്പ്രസ് വെബ്സൈറ്റ് കണക്ട് ചെയ്യാം, ടിക്ടോക്ക് കണക്ട് ചെയ്യാം, ഗൂഗിൾ ഫോംസ് കണക്ട് ചെയ്യാം, ഗൂഗിൾ ആഡ്സ്, വിക്സ്, വെബ് ഹുക്സ്, സാപ്പിയർ, പാബ്ലി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിവിടെ ഗൂഗിൾ ഫോമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോൺഫിഗർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഈ സ്ക്രിപ്റ്റ് ഇവിടുന്ന് കൺട്രോൾ എ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ സി പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ വരിക. ഗൂഗിൾ ഫോമിൽ വന്നതിന് ശേഷം നിങ്ങളിവിടെ ജസ്റ്റ് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രിപ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഈ സ്ക്രിപ്റ്റ് എഡിറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ലോഡ് ആവുന്നവരെ. അപ്പം നിങ്ങൾക്ക് ആപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പം ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത കോഡ് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഡിപ്ലോയ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഡിപ്ലോയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ സെലക്ട് ടൈപ്പ് എന്നുള്ളതിന് നേരെയുള്ള ഈ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെബ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കും. നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. ഇവിടെ ഞാനിവിടെ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്, ടെസ്റ്റ് ഫോം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് ലോഡ് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളോട് ഇവിടെ ഓതറൈസ് ആക്സസ് എന്ന് പറഞ്ഞ് ചോദിക്കും. ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളെ മെയിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗോ ടു അൺടൈറ്റിൽഡ് പ്രൊജക്ട് അൺസേഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അലൗ കൊടുക്കുക. എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് അലൗ കൊടുക്കുക.
ജസ്റ്റ് വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ ഈ കൊടുത്ത കോഡ് നമ്മളൊന്ന് റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ ഈ റൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ റിവ്യൂ പെർമിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് റിവ്യൂ പെർമിഷൻ കൊടുക്കുക. വീണ്ടും നമ്മുടെ മെയിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അഡ്വാൻസ്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ഗോ ടു അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ് അൺസേഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ ജസ്റ്റ് അലോ കൊടുക്കുക. പെർമിഷൻസ് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ടഡ്, എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് എന്നാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ ഫോം പ്രീവിയർ ആയിട്ട് കണക്ട് ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെൻഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ചെയിൻ്റെ ഒരു സിമ്പിളുള്ള, ചങ്ങലക്കണ്ണീൻ്റെ ഒരു സിമ്പിളുള്ള ഈ ഒരു ലിങ്കിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഷോർട്ടൺ URL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഷോർട്ടൺ URL എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലിങ്ക് ഒന്ന് ഷോർട്ടൺ ആയി കിട്ടും. അതിനുശേഷം ഇവിടെ കോപ്പി ചെയ്യുക. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഈ ലിങ്കാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഇത് ഫില്ല് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാനിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രീവിയർ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ക്ലയൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കൊടുത്ത ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ടാവും. ഈ പ്രിവ്യൂറിൻ്റെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ. അപ്പം പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് പ്രിവ്യൂർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സെയിം മെയിൽ ID വെച്ചിട്ട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഓരോ ലീഡ് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ എൻക്വയറി വരുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ സർവേ അവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോണിൽ അലേർട്ട് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ അല്ലെങ്കിൽ മെയിലായിട്ട് റിപ്ലൈ കൊടുക്കാനെല്ലാം നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.